റഹീസ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് റഹീസ്. മോർണിംഗ്. റഹീസ്, ഞങ്ങൾക്കൊരു നല്ല ബാങ്ക് വിളി സമ്മാനിച്ചിരിക്കുന്നു. മാത്രമല്ല റഹീസ്, നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഒരു ബാലചന്ദ്രൻ ഒരു നോമ്പ് കാലത്ത് ബാങ്ക് വിളിക്കുന്നതൊക്കെ വളരെ നോർമലായൊരു കാര്യമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അതിന് രാഷ്ട്രീയപരമായ ഒരുപാട് മാനങ്ങളുണ്ട് റഹീസ്. അപ്പോൾ നല്ലൊരു സ്റ്റോറി ആയിരുന്നു അത്. അതാണ് പിന്നെ ഒരു 10 വർഷത്തിന് മുമ്പാണെങ്കിൽ ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്ന ആളുകൾക്ക് പള്ളിയിൽ കിടക്കാനും മറ്റു സ്ഥലം കൊടുത്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്. ഇത് കാലാകാലമായിട്ട് നടക്കുന്നതാണ്. അന്നൊന്നും അതൊരു വാർത്തയല്ല, പക്ഷേ ഇന്ന് ഇതൊക്കെ ഒരു വാർത്തയാണ്. യെസ്, അതാണ് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും നമുക്ക് വാർത്തകളിലേക്ക് വരാം റഹീസ്. നമ്മൾ ഈ ആശമാരുടെ സമരം തന്നെയാണ്. പ്രത്യേകിച്ച് 42-ാം ദിവസം, ചെറിയ സംഖ്യയല്ല, 42-ാം ദിവസത്തിലേക്കൊക്കെ എത്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ സമരത്തിൻ്റെ ഒരു ശക്തിയും വീര്യവും എന്താവുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിരാഹാര സമരവും അവർ തുടരുകയാണ്. നാളെ മുതൽ ഉപവാസമാണല്ലേ റഹീസ്? പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ അംഗനവാടി ജീവനക്കാരും സമരം തുടരുകയാണല്ലോ. ആണ്. കുറേ 42 ദിവസം എന്ന് പറയുന്നത് വലിയൊരു ദിവസമാണ്. പക്ഷേ ആ സമരം എങ്ങനെ, ഇപ്പോൾ സാധാരണഗതിയിൽ നടക്കുന്ന ഒരു സമരമാണെങ്കിൽ അതെങ്ങനെ തീരും എന്ന് ആർക്കെങ്കിലുമൊക്കെ ഒരു ഊഹമെങ്കിലും ഉണ്ടാവും. ഇത് സർക്കാർ ഇന്ന കാര്യം ചെയ്യും, അപ്പോൾ ഇവർ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യും, അപ്പോൾ ഇത് അവസാനിക്കും എന്നൊക്കെ. പക്ഷേ ഈ സമരത്തിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് ഇതെങ്ങനെയാണ് അവസാനിക്കുക എന്ന് സമരം നടത്തുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ സർക്കാരിനോ അല്ലെങ്കിൽ നിരന്തരമായി ആ സമരം റിപ്പോർട്ട് ചെയ്യുന്ന നമുക്കോ ഒന്നും ഒരു പിടുത്തം കിട്ടാത്ത ഒരു അവസ്ഥയായിട്ടാണ് പോവുക. 42 ദിവസമായി നിരാഹാരം 3 പേർ കിടക്കുന്നു. അവരുടെ നിരാഹാരം 4-ാം ദിവസത്തിലേക്ക് കടന്നു. നാളെ ഈ നിരാഹാര സമരത്തിന് കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഉപവാസം നടത്താൻ വേണ്ടിയാണ് ആശാവർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത്. പരമാവധി ആളുകൾ സെക്രട്ടേറിയറ്റ് മുമ്പിലെത്തി ഈ ഉപവാസത്തിൻ്റെ ഭാഗമാകും. അതല്ലാത്ത ആളുകൾ ഓരോ പ്രാദേശിക തലത്തിൽ ഇതിൻ്റെ ഭാഗമാകും എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ആ സമരത്തെ എങ്ങനെ സർക്കാർ ഈ സമരം നേരിടും? കഴിഞ്ഞ ദിവസം നമ്മൾ LDF കൺവീനർ TP രാമകൃഷ്ണനും ആയി വാർത്താ സമ്മേളനം കഴിഞ്ഞ് അദ്ദേഹം വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് വന്ന് പറ, ഞാൻ അത് അവസാനിപ്പിക്കാൻ ഇടപെടാം. ആ തരത്തിൽ ഇതെങ്ങനെ അവസാനിപ്പിക്കുമെന്ന് സർക്കാരിനോ തുടങ്ങിയവർക്കറിയാം. അവരുടെ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ആവശ്യം നടത്തി കിട്ടാതെ അവസാനിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ട് എന്നാണ് CPM നേതാക്കളോടും മന്ത്രിമാരോടും ഒക്കെ സംസാരിക്കുമ്പോൾ തോന്നുന്നത്. വെങ്കി റോഷ്നി, എന്തായാലും ഈ സമരം തുടരുമെന്ന് തന്നെയാണ് അവരുടെ തീരുമാനം. അത് ശക്തമാക്കാൻ തന്നെയാണ്. അപ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി എന്ത് ഇടപെടലാണ് ഉണ്ടാവുക എന്നുള്ളതും ഉറ്റുനോക്കുന്ന കാര്യമാണ്. മറ്റെന്താണ് തിരുവനന്തപുരത്തെ വിശേഷം റഹീസ്? ഇന്നിപ്പോൾ എന്തൊക്കെ വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കണം? വാർത്തകൾ, അങ്കണവാടി ജീവനക്കാരുടെ സമരവും നടക്കുന്നുണ്ട്. അത് ഒരാഴ്ചയായി. അത് ഇപ്പോൾ ഒരു സൈഡിൽ ഈ ആശാവർക്കർമാരുടെ സമരം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അംഗൻവാടി ജീവനക്കാരുടെ സമരത്തിൽ അത്ര ഫോക്കസ് മറ്റും വരുന്നില്ല. പക്ഷേ അടുത്ത ദിവസം മുതൽ ആ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ചും മറ്റും നടത്താൻ യൂത്ത് കോൺഗ്രസും KSUവും മഹിളാ കോൺഗ്രസും ഒക്കെ തീരുമാനിക്കുന്നുണ്ട് എന്നറിയുന്നു. സ്വാഭാവികമായും അതും കൂടുതൽ ശക്തമായി മുന്നോട്ട് വരാനായിരിക്കും സാധ്യത. അവരും ഈ ആശാവർക്കർമാർ ഉന്നയിക്കുന്നത് പോലുള്ള സമാനമായ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഈ SUCയുടെയൊക്കെ നേതൃത്വത്തിലാണ് ആശാവർക്കർമാരുടെ സമരമെങ്കിൽ INTUCയുടെ തന്നെ നേതൃത്വത്തിലാണ് അംഗൻവാടി ജീവനക്കാരുടെ സമരം. അതുകൊണ്ട് സ്വാഭാവികമായും സർക്കാർ വീണ്ടും ഒരു ചർച്ചയ്ക്ക് അടുത്ത ദിവസം തയ്യാറാകും എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ സർക്കാരിൻ്റെ മുമ്പിൽ മറ്റ് ഓപ്ഷൻ ഇല്ലാത്ത തരത്തിൽ ആശമാരുടെ കാര്യത്തിൽ എന്താണോ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരാണ് ഇവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. രണ്ടുപേരും 21,000 രൂപ ഓണറേറിയമാക്കണം, അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്ന ആവശ്യമൊക്കെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാകും. ഒപ്പം BJPയുമായി ബന്ധപ്പെട്ട കോർ കമ്മിറ്റി യോഗമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് തോന്നുന്നു കോഴിക്കോട് നിന്ന് രഞ്ജിത്ത് നൽകുമെന്ന്. ശരിയാണ്, റഹീസാണ് അപ്പോൾ വാർത്തകൾ പങ്കുവച്ചത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകളും റഹീസ് പറഞ്ഞു. പ്രത്യേകിച്ച് തെരുവിൽ നിൽക്കുന്നത് തൊഴിലാളികളാണ്, സ്ത്രീകളായ തൊഴിലാളികളാണ്. പരിഗണിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് എത്തി നിൽക്കുന്നതും.